നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരുമയുണ്ടെങ്കിൽ എന്തും നേടാം എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തുന്ന കഥയാണ് ഈ കഥ. ശ്രദ്ധിക്കൂ, ഒരു ഗ്രാമപ്രദേശം, അതും പ്രത്യേകിച്ചൊരു ധാരാളം പാടങ്ങളും വയലുകളും, പാടങ്ങളെന്ന് പറഞ്ഞാൽ നെൽപ്പാടങ്ങളും വയലുകൾ, പറമ്പുകൾ, തെങ്ങുംതോപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിൻ പ്രദേശത്താണ് ഈ കഥ നടക്കുന്നത്. ഉണ്ടായ കഥയാണ് കേട്ടോ. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് തന്നെ. അവിടെ ധാരാളം പക്ഷികളുണ്ട്, ചെറിയ പക്ഷികൾ എന്ന് പറഞ്ഞാൽ പ്രാവ് ധാരാളമുണ്ട്. അടുത്ത് തന്നെ ഒരു പുൽമൈതാനമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ് ഈ പുൽമൈതാനം. അപ്പോൾ ക്ഷേത്രത്തിൽ വല്ല നിവേദ്യച്ചോറോ കാര്യങ്ങളോ ഒക്കെ, എന്തെങ്കിലുമൊക്കെ നിവേദ്യം അവിടെ കൂട്ടമായിട്ട് ചെന്നിരിക്കും കുറേ പ്രാവുകൾ. അപ്പോൾ അവയ്ക്ക് കുറേ നിവേദ്യം സാധനങ്ങൾ, വസ്തുക്കൾ, അവല്, മലര്, നിവേദ്യം, ചോറ്, അങ്ങനെയുള്ളതൊക്കെ വാരി വെതറിട്ട് കൊടുക്കുമ്പോൾ പ്രാവുകൾക്ക് നല്ലൊരു സദ്യയാണത്. അപ്പോൾ സാധാരണയായിട്ട് ആ പുൽമൈതാനത്തിൽ ഈ പ്രാവുകൾ കൂട്ടമായിട്ട് ചെന്നിരിക്കാറുമുണ്ട്. കാലത്തെ നേരമൊക്കെ ചെന്നിരിക്കും. നല്ല ഇളവെയിലും കൊള്ളാം, മാത്രമല്ല പ്രസാദവും കിട്ടുമല്ലോ, അവർക്ക് സുഖമായിട്ട് ഭക്ഷണവും കഴിക്കാമല്ലോ. പിന്നീട് പറന്ന് കാട്ടിലേക്ക് പോകും, അവിടുന്ന് കിട്ടുന്ന കായ്കനികളൊക്കെ പറിച്ച് തിന്നും. അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതമായിരുന്നത്. ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ മൈതാനത്ത് ചെന്ന് കാത്തിരിക്കുമ്പോൾ അവർക്ക് തോന്നി അവിടെ ധാരാളം, അപ്പോൾ നേദ്യത്തിൻ്റെയൊക്കെ സമയം ആവണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് നിവേദ്യമൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് കിട്ടാറുള്ളത്. അപ്പോൾ ഇന്നിപ്പം ചെന്നപ്പോൾ കുറച്ച് നേരം ഇളവേലും കൊണ്ട് അവിടെ അങ്ങനെ എല്ലാ പ്രാവുകളും കൂടി, 1-2 പ്രാവെന്നല്ല, ഒരു 10-100 പ്രാവുകൾ ഒന്നിച്ച് ചെന്നിരുന്നു ആ നിവേദ്യം കിട്ടുന്ന സ്ഥലത്ത്. അന്ന് എന്തുണ്ടായിരുന്നു, അവരവിടെ ചെന്ന് നോക്കുമ്പോൾ നിവേദ്യമൊന്നും കാണാനില്ല. പക്ഷേ അവർക്ക് കഴിക്കാവുന്നതായിട്ട് നല്ല ഭക്ഷണം അവിടെ എന്താ, ധാരാളം നെന്മണികളും ഗോതമ്പ് മണികളും, പിന്നെ കുറേ അവലും ഉണ്ട്, മലരും ഉണ്ട്. ഇതൊന്നും നിവേദ്യമല്ലാന്ന് തോന്നണം, പക്ഷെ എന്താണെന്നറിയില്ല. എന്തായാലും ഇവർക്ക് മൃഷ്ടാന്നമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഒട്ടും മടിച്ചില്ല. പ്രാവുകളെല്ലാം കൂടി കൂടി അങ്ങോട്ട് പറന്നിറങ്ങി. എന്നിട്ടോ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊത്തി പിഴുകാനായിട്ട് തുടങ്ങി. നല്ല രസമല്ലേ. അന്ന് നോക്കിയിട്ട് ധാന്യങ്ങൾ, ഗോതമ്പ് വേണ്ടവർ ഗോതമ്പ് തിന്നും, നെല്ല് വേണ്ടവർ നെല്ല് കൊത്തി പറക്കി തിന്നും, മലര് തിന്നും, അവല് തിന്നും. അങ്ങനെയൊക്കെ വരും, മാറി തിന്ന് സുഖമായിട്ട് അങ്ങനെ ഭക്ഷണം രുചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യമുണ്ടായി. അതല്ലേ ചതി എന്ന് പറയണത്. അതല്ലേ, ഒരു വല എവിടെ നിന്നാണെന്നറിയില്ല, ഒരു വല പെട്ടെന്ന് അങ്ങോട്ട് വന്ന് വീണു. ഈ പ്രാവുകളെല്ലാം ആ വലയിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോയി. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? അവർ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങ് വന്നപ്പോൾ ഒരുപാട് പ്രാവുകൾ കരയാൻ തുടങ്ങി. ഇവ പോയത് തന്നെ വല കുടുങ്ങി അറിഞ്ഞൂടെ, വല വേടന്മാരും വെച്ചൊക്കെ എണിയ പോകുന്നത്. അതങ്ങനെ തന്നെയായിരുന്നു. ഒരു വേടൻ പ്രാവുകൾ ഇന്നും അവിടെ വന്ന് നിവേദ്യച്ചോറ് കഴിക്കുന്നത് കണ്ട് കൂട്ടമായിട്ട് വരുന്ന ഈ പ്രാവുകളെ പിടിക്കാൻ വേണ്ടി ഒരു കെണി വെച്ചു. ഇവരെല്ലാവരും കൂടി വന്നങ്ങോട്ട് തിന്നാനിരിക്കുമ്പോൾ അവിടുന്ന് കെട്ടി ഒരു ചരടും പിടിച്ചുകൊണ്ട് ആൽമരത്തിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു വേടനൊരു അങ്ങോട്ട് വലിച്ച വഴിക്ക് എന്തുണ്ടായി, ആ വല കെട്ടി ഉറപ്പിച്ചിരുന്ന വല ഈ പ്രാവുകളുടെ മീതെ കൂടെ അങ്ങോട്ട് കൂടി. അങ്ങനെയാണ് പ്രാവുകളൊക്കെ കുടുങ്ങിപ്പോയത്. വലയ്ക്കകത്ത് കുടുങ്ങി. ഇനിയിപ്പോൾ വേടം വന്ന് കൊണ്ടുപോയാൽ തങ്ങളുടെ ജീവൻ പോയത് തന്നെ എന്ന് വിചാരിച്ചു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും പ്രായമായ വേടൻ ഇവരെ 10-100 എണ്ണത്തിനെ ഒന്നിച്ച് പിടിക്കുമ്പോൾ ഒക്കെ പാത്രത്തിലാക്കണം, ഓരോരോ കൂട്ടിലാക്കണം. അതിനുള്ള കൂടുകളും ചാക്കും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഇവരൊക്കെ നെലൂളിയും കരച്ചിലും ബഹളത്തിൻ്റെ ഇടയ്ക്ക് വളരെ പ്രായം ചെന്നൊരു പ്രാവ് പറഞ്ഞു, നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ടൊന്നൊരു കാര്യമില്ല. ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കും. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നേ. അതെങ്ങനെയാണ് പറ്റണത്? അത് പറഞ്ഞുതരാം. എല്ലാവരും കൂടി ഒത്തൊരുമിക്കും. ഞാൻ ആദ്യം വല കൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകും കൂടിനകത്ത്. അപ്പം എല്ലാവരും കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് പോകണം. തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ജീവൻ രക്ഷപ്പെടുന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ തീർച്ചയായും വേടൻ്റെ ഇതിൽ കയറിപ്പോയത് തന്നെ, ബാഗിൽ ചാക്കിൽ കയറിപ്പോയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്നല്ല.
എന്നാൽ ആ റെഡി ആയിക്കോളും, വേടനവിടെ ചാക്ക് റെഡിയാക്കുക, റെഡി ആയിക്കോളൂന്ന് പറയല്ല. ഈ പ്രായം ചെന്ന പ്രാവ് ആദ്യം അങ്ങോട്ട് ഉയർന്നോട് കൂടിയിട്ട് എല്ലാ പ്രാവുകളും ഈ വലയും കൊണ്ട് അങ്ങോട്ട് ഉയർന്നു. എന്തോ ഒരു ശബ്ദം കേൾക്കണ പോലെ തോന്നി. അങ്ങനെ നോക്കിയിട്ട് ദൂരെ ഇരുന്നിരുന്ന വേടൻ എന്ത് ചെയ്തു എന്നറിയാമോ? വേടൻ മരത്തിനോട്ടിരിക്കില്ലേ. വേടൻ നോക്കുമ്പോൾ എന്താ, വലയോടുകൂടി പ്രാവുകൾ പറന്നു പോവുക. ഒരൊറ്റ എണ്ണത്തിനെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു പ്രാവിനെയും കിട്ടിയില്ല. പോട്ടെ, തൻ്റെ വലയും കൂടി പോയി. അങ്ങനെയാണ് ഉണ്ടായത്. അവർ പറന്ന് വേറെ ഒരിടത്ത് ചെന്നു. മറ്റ് സഹായത്തിന് വേറെ എലിയെ വിളിച്ചു. എലിയൊക്കെ അവരുടെ കൂട്ടുകാരാണല്ലോ. എലിയെ വിളിച്ചു. എലിയുടെ അടുത്ത് പറന്ന് ചെന്ന് ശബ്ദം ഉണ്ടാക്കി. എലിയുടെ മടയുടെ മുമ്പിൽ ചെന്നിരുന്ന് ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ എലി പുറത്തേക്ക് വന്നു. ഉടൻ തന്നെ എലിയുടെ സഹായത്തോടെ വലയങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് വല തുറന്ന് പ്രാവുകളൊക്കെ സ്വതന്ത്രമായിട്ടങ്ങനെ പറന്നു പോവുകയും ചെയ്തു. അപ്പം ഒരുമയോടുകൂടി പ്രാവുകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് വലയും കൊണ്ട് പറന്നു പോകാൻ പറ്റിയതും. ദൂരെ മറ്റൊരിടത്ത് ചെന്ന് ഇറങ്ങി, എലിയുടെ മാളത്തിൽ ചെന്ന് ഇറങ്ങി എലി വല കണ്ടിച്ച് അവയെ രക്ഷിക്കുകയും ചെയ്തു. അവർക്ക് വലിയ ബഹുമാനമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ഇറക്കി ആ എലിയുടെ മാളത്തിൻ്റെ മുൻപിൽ അങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു പതിവും ഈ പ്രാവുകൾക്ക് ഉണ്ടായി. ഉപകാരത്തിന് പകരമായിട്ടൊരു ഉപകാരം, തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ ഒരു ഉപകാരം. ഇതാണ് ഇന്നത്തെ കഥ. ഒരുമയുണ്ടെങ്കിൽ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലാണ് കഥകൾ അതിസാഗരം. നന്ദി.